ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇത് എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്, ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിച്ച് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ണൂർ ഭാഷ എന്തിനുണ്ട്. ഈ പൊടി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കുഴക്കട്ട ഉണ്ടാക്കൽ. അപ്പോൾ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, ഞാൻ കണ്ണൂരുകാരിയാണ്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ നിങ്ങൾക്ക് കുറച്ച് വിഷമമായിരിക്കും. പതിയെ പതിയെ എല്ലാം മാറ്റി അടിപൊളിയാക്കി കൊണ്ടുവരും. കുറേയായി ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. പക്ഷേങ്കിൽ എന്തോ ഒരു ചമ്മൽ, ലോങ് വീഡിയോ ഇടാൻ വല്ലാതൊരു മടി. ഇത് വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി, പക്ഷേ വല്ലാതൊരു മടി. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് അതിനൊരു പാട്ടിട്ട് അങ്ങ് ഇട്ടാൽ ഒന്നും കുഴപ്പമില്ല. ലോങ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അത് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എത്രയോ വർഷമായി ഞാൻ കുറേ പേരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നു. അപ്പോൾ അവരെല്ലാം എന്ത് കൂളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അവരെല്ലാം ഞാൻ സമ്മതിച്ചിന്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും സമയം ക്യാമറേൻ്റെ മുമ്പിലും, പിന്നെ ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നും സംസാരിക്കാനും കിട്ടുന്നില്ല. വല്ലാതൊരവസ്ഥയാണ് ഇത്. പക്ഷേങ്കിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നും വീഡിയോ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആദ്യമുള്ള പ്രശ്നമായിരിക്കും, പിന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിലെ കുറ്റവും കുറവെല്ലാം ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ ഞാൻ രാവിലെ എഴുന്നേക്കാമെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് കുളിച്ച് എന്നിട്ട് അടുക്കളയിൽ കയറണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നറിയില്ല. എൻ്റെ മോൻ അത് നേരത്തെ അറിഞ്ഞതുപോലെ അലാറം അടിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പിലേ മോൻ എണീറ്റ്. അതുകൊണ്ട് ഫസ്റ്റ് ഡേ പ്ലാൻ തന്നെ എൻ്റെ ചീറ്റിപ്പോയി. ഒന്നാമത് മക്കൾ രണ്ടാളും രാത്രിയിൽ ഉറങ്ങാൻ ലേറ്റാവും. പിന്നെ ഇടയ്ക്ക് അവൻ എണീക്കും. അതുകൊണ്ട് രാവിലെ സത്യത്തിൽ കണ്ണ് തുറന്നാൽ കിട്ടൂല. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, ഇനിയെങ്കിലും കുറച്ച് രാവിലെ എണീക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. അപ്പോഴേക്കും എൻ്റെ മോൻ എണീറ്റു. ചില സമയത്തൊന്നും മോൻ രാവിലെ എണീറ്റാലൊന്നും കുഴപ്പമുണ്ടാവില്ല. അവൻ അനങ്ങാണ്ട് കളിച്ചോളും. പിന്നെ മോളെണീറ്റില്ലേ മോളെ ഇങ്ങനെ മാന്തി പറിച്ച് പിന്നെ അവളെല്ലാം നോക്കി ഇങ്ങനെ കിടന്നോളും, ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇങ്ങനെ കട്ടിൽ നിറയെ അവനിങ്ങനെ കമഴ്ന്ന് പോകാൻ തുടങ്ങും. അന്നേരമാണ് വിഷമം. ചിലപ്പോൾ തലയണയെല്ലാം താഴെ ഇട്ടിട്ട് അവനും കൂടെ താഴെ വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഞാൻ പോവും. പിന്നെ എൻ്റെ പണിയെല്ലാം സ്ലോ ആവും. എനിക്കാണെങ്കിൽ ഈ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പണിയെല്ലാം തീർത്തിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. ഒരു പണി എടുത്ത് അപ്പോഴത്തേനും മോൻ എണീറ്റിട്ടുണ്ടാവും, അവിടെ സ്റ്റോപ്പാവും. അതുകൊണ്ട് ആ കൂടെ ഒരു ഉഷാറില്ല പണിയെടുക്കാൻ. പിന്നെ മോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ട. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പം അത്ര വിഷമം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനിയൊന്നും അറിയില്ല, അന്നേരേ മനസ്സിലാവും. എല്ലാ കുട്ടികളും നിപ്പിളും കുപ്പിയിലൊക്കെ വെള്ളം കുടിക്കുന്ന കണ്ടിട്ട് ഞാനും മോനും വാങ്ങി കുപ്പി. എന്തിന്? അവൻ അതിനകത്ത് കുടിക്കൂല. അവന് അതിൻ്റെ മൂടിയിലാണ് കുടിക്കുക. അല്ലെ പിന്നെ ഗ്ലാസ്സിൽ കൊടുക്കണം. അങ്ങനെ എങ്ങനെയായാലും വെള്ളം കുടിക്കാൻ കുറച്ച് പണി തന്നെയാണ്. പിന്നെ ഇങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അനങ്ങാണ്ട് കിടന്ന് കളിച്ചോളും. പിന്നെ വിശക്കുമ്പോൾ അവൻ്റെ ബഹളം ഇങ്ങ് പുറത്തെടുക്കും. മോനെ ഇടയ്ക്ക് വേഗം അലക്കാനാടി ഇട്ടിട്ട് വന്നാൽ പിന്നെ അത് അലക്കി കഴിയുമ്പോഴല്ലേ ചിന്തിക്കണ്ടോ. അതുകൊണ്ട് വേഗം പിന്നെ അലക്കാനാടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അഭിയേട്ടനാന്ന് ഇന്ന് വീഡിയോ പിടിച്ചിരുന്നു. അപ്പോൾ നിലമൊന്നും കാണിക്കല്ലേ, അവിടെയെല്ലാം തെച്ചും തലേന്നത്തെ കാറ്റിന് തെച്ചും ചപ്പ് വീണിട്ടുള്ളത്, അതൊന്നും വൃത്തിയാക്കിയില്ല. അങ്ങനെ ഇന്ന് നമുക്ക് കുഴക്കട്ടയും മീൻകറിയാണ്. മീൻകറി ഉണ്ടെങ്കിൽ കുഴക്കട്ടയോ ദോശയോ പിന്നെ അങ്ങനെ എന്താണെങ്കിലും ഇവിടെ ചിലവായിക്കോളും. മോൾക്കും ഇഷ്ടമാണ്, അഭിയാനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും ചിന്തിക്കണ്ടേന്ന്, കുഴക്കട്ട ഉണ്ടാക്കണ്ടേനു. അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ പുറത്തുള്ള കുറച്ച് ജോലിയും
എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റി. ഇത് പിന്നെ ഇന്നലെ നമ്മൾ മാളിൽ പോയാലും വാങ്ങിയതാണേ. അങ്ങനെ കുറുക്ക് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും ഞാൻ മോക്കൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ മോനൊന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. കുടിക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തുകൂടെയെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതാ കുറച്ച് സമയം അവിടുന്ന് കരച്ചിലെല്ലാം കഴിഞ്ഞ് നേരെ എൻ്റെ ഉക്കത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മോളും എണീറ്റ് വന്നു. സ്കൂൾ പോയിട്ടതുകൊണ്ട് അധികം രാവിലെ ഒന്നും എണീക്കലില്ല. ഞാനും എണീക്കലില്ലേനും. ഇപ്പം പിന്നെ ഇനി രാവിലെ എണീറ്റിട്ടില്ലെങ്കിൽ പണി കിട്ടും. മോളെ ഇനി രാവിലെ മുതൽ എണീപ്പിക്കണം. ഇനിയിപ്പം ഞാൻ രാവിലെ എണീറ്റ് മോള് പോകുന്നതിലിടയ്ക്ക് തന്നെ ചോറും കറിയും പണിയെല്ലാം ഒരുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതാവും പിന്നെ മോള് പോയി കഴിഞ്ഞാലും മോനെ നോക്കിയിരിക്കുമല്ലേ വേണ്ടൂ. അല്ലാണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ചോറും കറിയാക്കൽ മാത്രമേ നടക്കും, പിന്നെ തുടക്കലൊന്നും നടക്കില്ല. അതാവുമ്പം പിന്നെ മോൻ ഉറങ്ങുമ്പം തുടക്കമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാവും എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ മാത്രം എവിടെയുള്ളെങ്കിൽ നമ്മളിങ്ങനെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കറിയെല്ലാം എടുക്കൽ. വേറൊരു കോപ്പയിലോ അങ്ങനെയൊന്നും ആക്കലില്ല, ചട്ടിയിൽ തന്നെയാണ് എടുക്കൽ. കോപ്പ മീൻസ് കോപ്പ മറ്റേ പാത്രമില്ലേ കറിയെല്ലാം വിളമ്പുന്നത്, അത്. ഞാനിങ്ങനെ അബിയാനോട് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ആറിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് പണിയെടുക്കുമ്പോൾ ആരെങ്കിലും ഒപ്പരം ഉണ്ടെങ്കിൽ വേറെ തന്നെ ഒരു രസമാണ്. നമുക്കങ്ങനെ പണിയെടുക്കുന്ന ബോറോ ഒന്നും തിരിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളേൻ്റെ ആളുകൾ നല്ല കളിയാണ്. അപ്പോൾ അവർ കളിക്കുമ്പോൾ വേഗം പണിയൊരുക്കില്ല. ഞാൻ അവർ കളിക്കുമ്പോൾ പരമാവധി സ്പീഡിലെല്ലാം എടുക്കാൻ നോക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സാമ്പാറിന് പരിപ്പ് വേവിക്കാൻ വെച്ച്. സാമ്പാർ മീനിന് ഉള്ളതുകൊണ്ട് മീൻ പൊരിക്കാനുണ്ട്. ഇന്നലെ തലേന്ന് മീൻ വാങ്ങി ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യൽ. അപ്പോൾ കുയ്യാപ്പിളയാണ് നമുക്ക്, നമ്മളിവിടെ കുയ്യാപ്പിള എന്നാണ് പറയുക. പിന്നെ കിളിമീൻ എന്നോ വേറെന്തോ ഇതിന് പറയും തോന്നുന്നു, എനിക്കങ്ങനെ അറിയില്ല. അപ്പോൾ അരി കഴുകി അരിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം മുറിച്ച് വെക്കുന്ന. അതിനിടയ്ക്ക് മോക്കൊരു കക്കിരി അത് മുറിച്ചിട്ട് കൊടുത്തിയാന്ന്. അപ്പോൾ സാമ്പാറിൻ്റെ കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. സാധാ എല്ലാ കഷ്ണമൊന്നും ഇല്ലേനും ഉള്ള കഷ്ണം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ തട്ടിക്കൂട്ട്, എന്നാലും വറുത്തരച്ചുള്ള ഒരു സാമ്പാർ ആക്കലേന്ന്. തട്ടിക്കൂട്ടാകുമ്പോൾ നല്ല രസമെല്ലാം ഉണ്ടേനും. അതിനിടയ്ക്കുള്ള പാത്രം അപ്പം തന്നെ വേഗം കഴുകി വെക്കലാന്ന്. അധികമായാൽ പിന്നെ നടക്കൂല. മോനെ വിട്ടിട്ടില്ലേ പിന്നെ അതിങ്ങനെ വാഷ് ചെയ്ത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സാമ്പാർ ഇന്ന് വെക്കുന്നുണ്ട്, നാളെ ഉറപ്പാണ് ഇഡലിയോ അല്ലെങ്കിൽ നെയ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതാവും പിന്നെ കറി ഉണ്ടാവുമല്ലോ. അതിനിടയ്ക്ക് വന്നിട്ട് മോക്കിങ്ങനെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വെക്കേഷൻ ആണെങ്കിലും കുറച്ചെല്ലാം പഠിക്കാൻ കൊടുക്കേ. അപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പറയല, ഹലോ ഗായ്സ്, എനിക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മക്കേടെ പണിയുള്ളൂ എന്നല്ലോ. അന്നേരം ഞാൻ പറഞ്ഞു ഈ പാത്രം എന്നാൽ വാഷ് ചെയ്ത് കൊണ്ടുവച്ചിട്ട് വന്ന്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഓടി നടന്ന്. അപ്പോൾ ഇതാ ബാക്കി വീഡിയോ ഗെയിമോളാണ് എടുത്തിരുന്നത്. അതിൻ്റെ എല്ലാ ഇതും ഉണ്ടാവും. എന്നാലും ഓൾ നല്ല വൃത്തിക്ക് ക്യാമറ പിടിക്കുന്നുണ്ട്. എന്നെക്കാട്ടും നല്ലോണം ഗെയിമോൾ ക്യാമറയെല്ലാം പിടിക്കും. അപ്പോൾ ഗെയിമൊക്കെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം, യൂട്യൂബ് തുടങ്ങണം, പിന്നെ വീഡിയോ എടുക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നല്ലോ. ഞാനാണ് മടിച്ച് നിന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം ഞാൻ കുക്കറിൽ വേവിച്ച്, ചട്ടിയിലെല്ലാം വെച്ചാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിനൊന്നും സമയമില്ല. അപ്പോൾ ഗ്യാനാടുന്ന് കളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വേഗം വേണം ആക്കാൻ. തേങ്ങ വറക്കുന്നുണ്ട്. തേങ്ങേൻ്റെ അകത്ത് മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ അങ്ങനെ സാധാ ഉള്ള എന്താ പറയുക വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനെയുള്ളതെല്ലാം ഇട്ടിട്ട് തേങ്ങ അടന്ന് വറക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മോൻ്റെ കഞ്ഞി ഞാൻ അടിക്കലാന്ന്. കഞ്ഞി അടിച്ച് വെച്ചാൽ പിന്നെ അവൻ കരയും, വേഗം എടുത്ത് കൊടുത്തുവിടുന്ന് വെച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ മിക്സി ഓണാക്കിയിട്ട് പോകുമ്പോൾ മോളിങ്ങനെ പറയുന്നുണ്ട്, അമ്മേ അത് തുറന്നു പോകുന്നു. അവൾക്ക് പേടിയാണ് അതെല്ലാം. അങ്ങനെ തുറക്കൊന്നുമില്ല കേട്ടോ, പുതിയതായതുകൊണ്ട് ഇതുവരെ അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിനിടയ്ക്കെല്ലാം മോനെ ഓടിപ്പോയി നോക്കുന്നുണ്ട് കേട്ടോ, മോനെന്നാ ചെയ്യുന്നത് എന്നല്ലോ. ഞാൻ ഇപ്പം പോയി നോക്കുമ്പോൾ അച്ഛനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതാണ്. നോക്കുമ്പോൾ അച്ഛൻ നല്ല സുഖമായി ഉറങ്ങുന്നുണ്ട്, മോനെ ഇടയ്ക്കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ കമഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലെല്ലാം എടുത്ത് വായിലിടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ മോളിങ്ങനെ എൻ്റെ പിറകെ തന്നെയായിരിക്കും, എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ചോദിച്ചും പറഞ്ഞുകൊണ്ടും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കുപ്പിയിൽ ഇങ്ങനെ കുറുക്ക് കൊടുക്കലാന്ന്. അത് കാണേണ്ടിയിട്ട് ഗെയിമോളും വന്നിട്ടുണ്ട്. ഓനും കുടിക്കുന്നുണ്ട്. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കും. അതെ, ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, ഓനത് ഇഷ്ടമായി. അതിൽ ഫസ്റ്റ് ഡേ അതിലുള്ള മുഴുവൻ കുടിച്ചിന്, പിന്നെ മുഴുവനൊന്നും കുടിച്ചിട്ടില്ല. എന്നാലും
കുഴപ്പമില്ല, നല്ല സാധനം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ. അത് എല്ലാവരും എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എനക്കങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കഞ്ഞിക്കലത്തിലാണ് കേട്ടോ ചോറ് വാർക്കുക. പലരും ഇങ്ങനെ ഊറ്റുന്നെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഇങ്ങനെ കഞ്ഞിക്കലത്തിൽ ഇങ്ങനെ ചോറ് വാർക്കുക. അപ്പൊ നമ്മൾക്ക് മട്ടന്നൂര് പോണ്ട ഒരാവശ്യം ഉണ്ടേനു. അന്നേരം ഞാന് പണ്ടച്ഛൻ പറഞ്ഞേനു ചിക്കിങ്ങും പിസയും വാങ്ങിത്തരാന്ന്. അന്നേരം ഞാൻ ഇന്ന് പോയാലോ ഓർമ്മിപ്പിച്ച അച്ഛനാ. നമുക്ക് വിളിച്ചാലോ? അതെ, ഞാനിന്ന് മൊത്തം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മോനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട മുന്നേ ടോക്കൺ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയമായിപ്പോയി. അപ്പോഴത്തേനും പിന്നെ ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് പിന്നെ ഒന്നും ഓർമ്മയില്ലാണ്ടായിപ്പോയി. അപ്പോൾ ടൗണിൽ പോയിട്ട് നോക്കുമ്പോൾ നല്ല മഴ. പിന്നെ മോള് കുറേ ആയി പറയുന്നേ പിസക്ക്. അങ്ങനെ പറഞ്ഞപ്പാടന്നെ ഒന്നും വാങ്ങിക്കൊടുക്കുകയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ മറന്നും പോയി. അഭിയാണിനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചാലേ പിന്നെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഓർമ്മ വന്നേരം ഓള് തന്നെ ഓർമ്മിപ്പിച്ച്. അപ്പാടും പിന്നെ പോയി വാങ്ങിയിട്ട് വന്ന്. അപ്പെങ്കിലും എല്ലാം ഇങ്ങനത്തെ എല്ലാം കൊടുക്കൂ. അതിപ്പോൾ കുറേ ആയി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലും പോയി വന്നിട്ട് പിന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഉച്ചക്കത്തെ ചോറ് തിന്നുന്നതും പിന്നെ ചോറും കറി ആയി അതൊന്നും എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് ഡീറ്റെയിലായിട്ട് എടുത്തിട്ട് അടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ നല്ല അടിപൊളിയാക്കിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.